ഇക്ക ഒരു വെൽക്കം ബാക്ക് പറയൂ. ഇക്കാടെ കൂട്ടടിച്ച് മാറ്റിയതാ. ഒട്ടിയടോ. ഹലോ, ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. ഇവിടെ ലിഫ്റ്റ് വരും. ബൈ ബൈ. ഹലോ, വെൽക്കം ബാക്ക് ടു റോസ് ഷഫി യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. മക്കൾമാർ രണ്ടുപേരും സ്കൂളിൽ പോകാൻ റെഡി ആവുന്നുണ്ട്. ഞാൻ മക്കൾമാർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ മക്കൾമാരതേ പതുക്കെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു, ഫ്രഷായി. ഇനി നേരെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. ബേബി ഗേളിൻ്റെ ബാഗ്. ബേബി ഗേളിന് റെഡിയാവുക. സൈക്കിള് സെറ്റർ അല്ലേ? Hello, good morning. Hello everyone. Welcome back to my channel. My channel Rose Sh channel. എന്നത്തെ നമ്മളെ സ്കൂളിൽ പോവാ. ആണോ? എങ്ങനെയാ സ്കൂളിൽ പോന്നെ? ഞങ്ങൾ സ്കൂട്ടിന് പോന്നെ. ആണോ? എന്നിട്ട് ഇതായിട്ടത് പോന്നെ. പക്ഷേ എന്നിട്ട് ഡാൻസ് ചെയ്ത് സ്കൂളിൽ പോയി. എന്നിട്ട് എത്ര മണിക്ക് തിരിച്ചു വരും? തിരിച്ച് 11 o'clock. ഓക്കെ, ഇപ്പം 7 ആയി അല്ലേ? ഇപ്പം തന്നെ ഞാൻ സ്കൂളിൽ ഡാൻസ് ചെയ്യാൻ പോവാ. ആണോ? നീ സ്കൂളിൽ പോലെ ഡാൻസ് ചെയ്യാനാണോ? പറ, നീ പറ. എന്തുവാ? നീ ഇത്ര നേരം ഡാൻസ് കളിച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താ നീ സ്റ്റിച്ചിട്ട് നടക്ക്? Sehe? Tetama, oh mama tetama. ഇവിടെ ലിഫ്റ്റ് വരും. ബൈ ബൈ. ഇവിടെ ഒരു ലിഫ്റ്റ് കൂടെ വരാൻ പോവാണ്. അപ്പോൾ അതാണ് എനിക്ക് വിളിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലിഫ്റ്റ് ഇവിടെ ഉള്ളൂ, ഒരു ലിഫ്റ്റ് കൂടെ വരാൻ പോവാം.
അവർക്ക് വേറെ ഫ്ലാറ്റൊക്കെ ആയിട്ട്. ഇനി ഞാൻ പോയി എൻ്റെ കുറുനരി വിളിച്ചുകൊണ്ട് വരട്ടെ. ഇപ്പോൾ സമയം 11 മണി, 11:05 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. ഇവിടുന്ന് 1 കിലോമീറ്റർ വ്യത്യാസം. എൻ്റെ കുറുനരി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ കുറുനരിയെ വിളിച്ചുകൊണ്ട് വന്നു ഗൈസ്. കുറുനരിക്ക് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കണം. അതിനാണ് കുറുനരി കരയുന്നത് അല്ലേ കുറുനരി? നിക്കതി. ഹലോ, യൂണിഫോം മാറ്റാതെ ബെഡിൽ ആരാ കയറി കിടക്കുന്നത്? ഇറങ്ങടി എൻ്റെ ബെഡിൽ നിന്ന് ഇറങ്ങടി. എൻ്റെ പാവക്കുട്ടിയുടെ കണ്ണാരാ ഇളക്കി കളഞ്ഞേ? ഇങ്ങോട്ട് നോക്കേ കുഞ്ഞാപ്പൂ, നോക്കേ. സാക്കിയാണോ? എന്നാ യൂണിഫോം ഊരാമ്പാ. ആനയുടെയും പൊട്ടിച്ചോ? സ്കൂളിൽ നിന്ന് എന്തോ പഠിപ്പിച്ചേ? പേപ്പറിനകത്ത് എഴുത്തന്നു. കഴിച്ചാ? ചുട്ടിയായിപ്പോയോ? നാളെ പക്ഷേ വേഗം കഴിച്ച് തീർക്കണം. ഓക്കെ, ഫിനിഷ് ചെയ്യണം. അല്ലെങ്കിൽ മാം പറഞ്ഞ് ലഞ്ച് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ സേറപ്പായ സ്കൂളിൽ നിന്ന് വിടത്തില്ല എന്ന്. കടല കഴിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ നാളെ കഴിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് ലഞ്ച് പരിപാടികളൊക്കെ തുടങ്ങാം. ഒരു കാര്യം പറയട്ടെ, ഡേ ഇൻ മൈ ലൈഫിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് പാതി വഴി വെച്ച് കട്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ ആ ഒരു ദിവസമാണ് എൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് സെക്കൻഡ് ഡേ ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡേ എടുത്തിട്ട് പാതി വഴിക്ക് നിർത്തേണ്ടി വന്നു. ഇന്നിവിടെ മക്കൾക്കും ഇക്കൾക്കും ഒക്കെ അവധിയാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമുക്ക് ആ വീഡിയോ എടുത്തേക്കാം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. നമ്മുടെ മീൻ സെറ്റായിട്ടിരിപ്പുണ്ട്. മീൻ കണ്ടോ? അപ്പോൾ നമുക്ക് നെമ്മീൻ കിട്ടി, നമുക്ക് കേരള സ്റ്റോറിൽ നിന്ന് ചീനയും കിട്ടി. അപ്പോൾ നമുക്കിന്ന് ലഞ്ച് കുശാലാക്കാം. ഓക്കെ, ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ രാവിലത്തേക്ക് എടുത്ത പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം വാഷ് ചെയ്യാൻ കിടക്കുകയാണ്. അപ്പോൾ അതാദ്യം കഴുകിയ ശേഷം ലഞ്ചിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഒരു ലോഡ് പാത്രമാവും. ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് തുടങ്ങാം. ഓക്കെ, തുണി മടക്കുവാണോ? ഹലോ, ഇവിടെ എന്താ തുണി മടക്കാൻ വന്നിട്ട് ഇവിടെ എന്തോ പരിപാടി? ഹലോ, എന്ത് പരിപാടി? സമ്മതിക്കത്തില്ല. ഈ സെലിബ്രിറ്റി ആയുള്ള കുഴപ്പമല്ലേ? അവളുടെ മഷിയാലേ
ഇതൊക്കെ മടക്കിയത് ആരാ ഉദ്ദേശിച്ചത്? അത് സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. ഇട്ട് കാണിക്കണ്ട ഇട്ട് കാണിക്കണതോട് ആരും പറഞ്ഞില്ല. നമുക്ക് തിരിച്ച് കുക്കിങ്ങിലേക്ക് വരൂ ഗൈസ്. നമുക്ക് വറുത്തരയ്ക്കാം. നമുക്കിവിടെ ചിലവില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് പിന്നെ അങ്ങനെയാണ് വറുത്തരയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇവിടുത്തുള്ളൊരു ചിലവ് യൂസ് ചെയ്യാറില്ല. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചിലവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബർക്കട്ടാനിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് അത് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ ഒന്നും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് വറുത്തരയ്ക്കുമ്പോൾ അങ്ങനെ തട്ടിയിട്ടാൽ മതിയല്ലോ. നമ്മൾ ചിരകി എടുത്തതിൻ്റെ ആ ഒരു ക്യൂബ് നമുക്ക് കിട്ടും. നമ്മൾ ചിരകി എടുത്ത പോലെ ആയില്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി വറുത്തരയ്ക്കാൻ പോകുന്നത്. നമ്മൾ കേരള സ്റ്റോറിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥ ഉണ്ടോ? ഓറഞ്ചിരിക്കുക. ഇവിടുത്തെ തണുപ്പ് തുടങ്ങി. ഈ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴാണ് വലിയ കുഴപ്പമില്ലാത്തത്. പക്ഷെ ഈ അവസ്ഥയിൽ കട്ടിക്കിരിക്കുക. ഞാൻ ഞെക്കി എടുത്തതിൻ്റെയാണ് ഈ കുപ്പി ഈ പരുവത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ച് എന്നിട്ടും ഇത് അലിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ചൂടാക്കി തന്നെ കുപ്പി വെച്ചിട്ട് തന്നെ ജസ്റ്റ് പൊക്കി വെച്ചൊന്ന് ചൂടാക്കിയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വെളിച്ചെണ്ണയാണല്ലോ മീൻകറിയുടെ ഉസ്താദ്. കവറായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് ഞെക്കി എടുക്കാം. പക്ഷെ ഇത് കുപ്പി ആയതുകൊണ്ട് എടുക്കാൻ നല്ല പാടാണ്. സ്പൂണൊക്കെ വെച്ചിട്ട് ബിഗ് ബോസ് ആയിരുന്നല്ലേ? എന്താ ക്യാമറയിൽ നോക്കൂ, ചിരിക്കൂ. ഇക്ക സ്പെഷ്യൽ ഞാൻ തന്നെ തേങ്ങ കാണിച്ചുതരാം. ഞാൻ ഫ്രണ്ട് ക്യാമിലാട്ടോ വീഡിയോ എടുക്കുന്നത്. ഇനി 2 ചീനിയും കൂടെ ഉള്ളൂ മല്ലയ്യ. ഇതൊക്കെ തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? വീണ്ടും നമ്മൾ പച്ചക്കറിയിലേക്ക് പോകും. ക്ലീൻ ചെയ്തെടുക്കും. പക്ഷെ നല്ല ചീനിയാട്ടോ. നാട്ടിൽ നിന്ന് വന്നത് നല്ല ചീനിയാണ്. അവർ നല്ല വേവ് കുറവാണ്. അടിപൊളി ചീനിയാണ്. അങ്ങനെ തേങ്ങ വറുത്ത് വെച്ചു. കണ്ട നല്ല അടിപൊളി പരുവമായിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. പൊടികളൊക്കെ ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് തണുക്കുമ്പോൾ ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ചീനി കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചീനി വേവിക്കാൻ വെക്കാം. ഇക്കായും മക്കളെയും കാണിച്ചു തരാം. സിനിമ കാണുകയാണ്. അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പരച്ചു. ചട്ടിയിൽ ഒഴിക്കാം. കാണാൻ പറ്റുന്നില്ലല്ലേ? ചീനി കഴുകി വാരി നമുക്ക് ഇട്ട് വെക്കാം. നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അതിനകത്ത് അരപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തു. ഇനി അത് തക്കാളി, പച്ചമുളക്, പുളി, ഉപ്പ്,
ഉലുവപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, കുറച്ച് നെമ്മീൻ ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അച്ചാറിടാൻ പോവാണ്. ഇത്രയുള്ള പീസൊക്കെ ഞാൻ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അച്ചാറിടാൻ പോവാണ്. ഇതിന് മുന്നേ ഞാൻ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറിട്ട് വെച്ചു, പിന്നെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ തീർന്നു. അപ്പോൾ ഞാൻ കരുതി ഇതും കൂടി കുറച്ച് അച്ചാറിട്ട് വെക്കാമെന്ന്. ഞാൻ ഇത്രയും മീനെടുത്ത് അച്ചാറിടാൻ പോവാണ്. ഇതിൽ നമുക്കിനി അരപ്പ് തേച്ചിട്ട് അച്ചാറിടാനായിട്ട് ആദ്യം വറുക്കണമല്ലോ മീൻ, അതിനുശേഷം നമുക്ക് അച്ചാറിടാം. ഓക്കെ, നമ്മൾ അടിപൊളി ഏകദേശം കറി സെറ്റായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ സമയമായി. 1 മിനിറ്റ് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീനി വെന്തു. ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. കറി റെഡി. നമ്മുടെ വറുത്തരപ്പ് റെഡി ആയിട്ടുണ്ട്. വറുത്തരപ്പ് റെഡിയായി, ചീനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മീനും പനിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മീൻ ഇതിൽ മാറ്റിയിട്ട് നമുക്ക് അച്ചാറിടാൻ നോക്കാം. വീണ്ടും കഴുകാനായിട്ട് അടുത്ത സെറ്റ് ഓഫ് പാത്രം വന്നിട്ടുണ്ട്. ചോറ് റെഡി. എനിക്ക് അവിടെ ഉണ്ട്. മീനച്ചാറ് റെഡി. കിടിലം വേണം. आज मैं नहीं गया। ഇപ്പം ഞങ്ങൾ ടെറസിൽ പോവാണ്. ഒരു ഡാൻസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ ഡാൻസ് ക്ലാസ്സിന് ഈയിടെയായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ആഴ്ച 2 ദിവസത്തെ ക്ലാസ് ഉള്ളൂ, അതും 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് അത്യാവശ്യം നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം.
അപ്പോൾ ഡാൻസ് അറിയാത്ത ഞാൻ തന്നെയാണ് ഡാൻസ് എങ്ങനെയെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സാറിൻ്റെ വക പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ദിവസം ഞാൻ ആ ഡാൻസ് പഠിച്ചപ്പോൾ ഇക്ക പറഞ്ഞു എന്തായാലും നിങ്ങൾ 3 പേരും കൂടിയിട്ട് എന്തായാലും ഒരു ഡാൻസ് കളിക്കണം, അതിൻ്റെ വീഡിയോ എടുക്കണം. അങ്ങനെ ഇക്കാലം നിർബന്ധപ്രകാരമാണ് ഞാനിപ്പോൾ മുകളിൽ വന്ന് മക്കളുടെ കൂടെ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞു, ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം വൈകിട്ട് 4:30 മക്കൾക്ക് ഡാൻസ് ഉണ്ട്. അപ്പം ഡാൻസ് ക്ലാസ്സിന് കൊണ്ടാക്കാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങൾ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ. അങ്ങനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വന്നതാണ്. ചായ കുടിക്കാൻ വന്നെങ്കിലും ചായയുടെ പേരിൽ നമ്മൾ ബ്രൗണി കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി നല്ല ചൂട് ചായ ഇട്ട് കുടിക്കാൻ പോവാണ്. ചായക്ക് വെച്ചു. പിന്നെന്താ, നമുക്ക് ചായ ഇട്ടിട്ട് കാണാം. ഇക്കാടെ കൂട്ടടിച്ച് മാറ്റുക. ഞാൻ ഇക്കടുത്ത് പറഞ്ഞു നമുക്ക് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കടയിൽ കയറിയിട്ട് അതിന് പകരം ബ്രൗണിയും ഡോണട്ടും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ചായ വീട്ടിൽ വന്ന് കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ചായ കേട്ടു. അപ്പം ഈ ചായ കൊണ്ട് ഇക്കൊക്കെ കൊടുത്തിട്ട് വരാം. വീട്ടിലെ ചായ കുടിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു സുഖം. അതുകൊണ്ട് ചായ വീട്ടിൽ വന്ന് കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചായയുടെ പേരിലാണ് ഷോപ്പിൽ കയറിയത്. അതുകൊണ്ട് ബ്രൗണി കഴിക്കാൻ പറ്റി. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. ഇനി ചായ കുടിച്ചിട്ട് വേണം. പിന്നെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് മക്കൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ നേരെ രാത്രി ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം. പിന്നെ ഡിന്നർ നമുക്ക് കൊടുത്ത് ഇക്ക ചായക്ക് മുന്നേ ഇക്ക വന്നിട്ട് ഫുഡ് കഴിച്ചു. ഇപ്പോൾ സമയം 7 മണിയായി. അപ്പം ഇക്ക 7 മണിക്ക് കറക്റ്റ് ഫുഡ് കഴിക്കും. അപ്പം 7 മണിക്ക് ഇക്കാക്ക് ഫുഡ് കൊടുത്തു. അതിന് ശേഷം ഇക്ക പറഞ്ഞ് ചായ കുടിക്കാം. അതുകൊണ്ട് ഇക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ചായ ഇട്ടു. ഇനി ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ചായ ഇട്ടു. ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ. ഹാപ്പിനെസ്. Hello. My favorite is Oogie and the cockroach. ഒട്ടിയടോ. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ത്യ വരുന്നില്ല. ഇനി ഹോളായി പോയി. ഇനി ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഒന്നുകൂടെ കൊളാക്കി കളഞ്ഞ് പറ്റത്തില്ല. ബൈ ബൈ. പറ്റാസ്തിക്ക് പഠിക്കാൻ പോകുന്നു. ബിഗ് ബോസ് ഫാൻ. Why do we need a house? We need a house to live. Eh? Huh? We need a house to live. Live? Huh?
അവനൊന്ന് ചാടി കഴിഞ്ഞപ്പോൾ മറന്നുപോയി. ബാക്കിയാ? വിക്കായിരുന്നു മറന്നത്. It gives us it protect. us from heat, cold weather. Heat, cold, rain, winter and winter. And wild animal എന്താ പറയുന്നത്? Wild animal. Different type of houses. പെർഫെക്റ്റ്. ഇനി റൗണ്ട്. ഇനി സർക്കിൾ സെന്ററിൽ. ആ ഇനി ആ ലൈൻ. ഈ ഫ്ലാഗ് വരച്ചേ സാർപ്പാ. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പം സമയം രാത്രി 10:30. നാളെ മക്കൾക്ക് സ്കൂളിൽ പോകണം. അതുകൊണ്ട് മക്കളെ ഉറക്കാൻ കിടത്തി ബാക്കി കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നാളത്തേക്ക് മക്കൾക്ക് കൊടുത്തു വിടാനുള്ള സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചു. അപ്പം നാളത്തേക്കുള്ള ഏകദേശമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ചും കൂടി എളുപ്പമാവും. മക്കൾക്ക് രാവിലെ 7 മണിക്ക് പോകണം. മറ്റേത് 6:50 അത് തണുപ്പായതുകൊണ്ട് കുറച്ച് ഇപ്പം നല്ല തണുപ്പ്, രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ ടൈമിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തു. പ്രത്യേകിച്ച് തണുപ്പത്തൊക്കെ കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ടൈമിങ്ങിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്തായാലും വലിയൊരു ഉപകാരമാണ്. പിന്നെ നാളത്തേക്കുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കിച്ചണൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെന്താ, അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ പറയുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ബൈ ഫ്രം റോസ്. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ റോസ് ഷെഫി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളിന് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇക്ക ഒരു വെൽക്കം ബാക്ക് പറയൂ. ഹേ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇക്ക. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ബൈ ദ ബൈ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.